ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പല ആഗ്രഹങ്ങളും കാണും നമ്മളെ ജീവിതത്തിൽ. അതിലൊന്നും ഒരാഗ്രഹമായിരുന്നു എനിക്ക് മൂക്ക് കുത്തുന്നത്. എനിക്ക് പണ്ട് തൊട്ടേന്ന് പറഞ്ഞാൽ തെറ്റായി പോവും. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് അടുപ്പിച്ചൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മൂക്ക് കുത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ പറയുമായിരുന്നു എനിക്ക് മൂക്ക് കുത്തണം. നമ്മളോരോ ആഗ്രഹങ്ങളല്ലേ. അപ്പം നമ്മൾ വീട്ടുകാർക്കൊക്കെ അതൊക്കെ എന്തോ തെറ്റൊന്നുമല്ല, ഒരു സംഭവമായിരുന്നു. അപ്പോൾ അവന് കുത്താൻ സമ്മതിച്ചില്ല. പിന്നെ കാതൊക്കെ കുത്താം, മേക്കാതൊക്കെ കുത്താം, അതൊന്നും കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പം മൂക്ക് കുത്താൻ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിനോരോ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒത്തുചേർന്ന് വന്നാലേ നമുക്കതൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ അതെല്ലാം കൂടെ ഒത്തുചേർന്നൊരു സമയം വന്നപ്പം ഞാൻ കുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ഞാൻ സ്വർണ്ണക്കടയിൽ പോയപ്പോൾ അവിടുന്ന് ഗൺഷൂട്ട് അടിച്ചു കേട്ടോ. ഗൺഷൂട്ട് അടിച്ചപ്പം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡയമണ്ട് മൂക്കുത്തി ഇടാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഗൺഷൂട്ട് അടിച്ചിട്ട് അത് വാങ്ങിച്ചിടാൻ പാടില്ല. അതിപ്പോൾ ഡയമണ്ട് ഇപ്പം വലുതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, എന്നെപ്പോലെ ഈ ചെറുതൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ഗൺഷൂട്ട് അടിക്കാൻ പാടില്ല. ഗൺഷൂട്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഗൺഷൂട്ട് അടിച്ചു. അപ്പോൾ നമ്മൾ എടുത്ത ഡയമണ്ട് നോസ്പിന് ചെറുതായിരുന്നു. അപ്പോൾ നമ്മൾ ഗൺഷൂട്ട് അടിച്ചപ്പോൾ അവിടെ വലിയ കമ്മലിട്ടല്ലേ ഗൺഷൂട്ട് അടിക്കുന്നത്, അപ്പോൾ അത് വലുതായിപ്പോയി, ആ ഹോളങ്ങ് വലുതായിപ്പോയി. അപ്പോൾ എനിക്ക് ഇത് ഇടാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഇട്ടപ്പോൾ ഫുൾ അകത്തോട്ട് പോകുന്നില്ല, എന്നാലും കുറച്ച് അകത്തോട്ട് പോയി. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ ഇപ്പോഴേ കുത്താൻ പോയത്, പിന്നെ കുത്തിക്കൂടായിരുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. എന്നാലും പോട്ടെ, നമ്മൾ കുത്തിയതല്ലേ എന്ന് വിചാരിച്ച് ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഇട്ടിട്ട് ഈ സംഭവം ഇവിടെ എല്ലാം ഗൺഷൂട്ട് അടിക്കുമ്പോൾ വേറൊതല്ലേ, ഈ 4 ചുറ്റിനും ഒരുമാതിരി ബൗൾ കണക്ക് വന്നു. പിന്നെ ഈ അടിയിലൊക്കെ ബബിൾസൊക്കെ വരത്തില്ല, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും വരും, അതൊക്കെ വന്നു. എന്നാൽ ഞാൻ ഈ കമ്മൽ അതിനകത്ത് ഇട്ടപ്പം ഈ കമ്മൽ ചെറുതായിപ്പോയി. കമ്മൽ ചെറുതും ഹോള് വലുതുമായപ്പം ഈ കല്ലങ്ങ് അകത്തോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതങ്ങനെ ഊരി എല്ലാവരും വഴക്കൊക്കെ പറഞ്ഞ് അത് നമ്മൾ ഊരി മാറ്റി. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നല്ലൊരു തട്ടാനെ കൊണ്ട് കുത്താമെന്നായിരുന്നു വിചാരം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഉണങ്ങിയൊക്കെ വന്നു. എന്നിട്ട് അതിന് ശേഷം ഞാൻ തട്ടാനെ കൊണ്ട് മൂക്ക് കുത്തി കുറച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മൂക്കിൻ്റെ ഇവിടെ എല്ലാം അങ്ങ് അലർജിയും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഈ ഡയമണ്ടിൻ്റെ അലർജിയാണെന്നൊക്കെ. ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമോയെന്ന്. അപ്പോൾ ഇങ്ങനെ ആർക്കും അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് ആർക്കും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്തതിനകത്ത് ആർക്കും ഇങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഓയിൽമെൻറ്റൊക്കെ വാങ്ങിച്ച് ഇട്ട്. അപ്പം ഞാൻ 2 ഡോക്ടറിനെ കാണിച്ചു. ഫസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഈ ഒരു ഓയിൽമെൻറ്റ് തന്നു. ഞാൻ കാണിച്ചതാണ്ട് ഈ മുപ്പി റോസിൻ ഓയിൽമെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇത് എനിക്ക് തന്നു. ഇത് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് ഉണങ്ങാനും പഴുക്കാതിരിക്കാനാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഈ അലർജിക്ക് സ്കിൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടർ വേറൊരു ക്രീമും തന്നു, ആൻറ്റിബയോട്ടിക്കും തന്നു. ഒരു ഇതൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. ഇപ്പം നല്ല ഉണങ്ങി വരുന്നുണ്ട്. ആ ചുമപ്പ് മാറിയിട്ടില്ല, പക്ഷേ ഈ സംഭവം മാത്രം പോകുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് മാത്രം പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ക്രീമും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും മൂക്ക് കുത്താൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഗൺഷൂട്ട് അടിക്കേണ്ടെന്നല്ല, അടിക്കാം. വലിയ കമ്മലൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരും അതൊക്കെ ഗൺഷൂട്ട് അടിക്കാം. പക്ഷേ എന്നാലും നല്ല സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ തട്ടാനെ കൊണ്ട് തന്നെ കുത്തിക്കുക എന്നായിരിക്കും സേഫ്റ്റി. എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു, അത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.